ഇന്നത്തെ കാലത്ത് ഫിംഗർ പ്രിൻറ്റ് ലോക്കും അൺലോക്കിംഗ് സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ വാഹനങ്ങളായാലും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായാലും അതിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ വീടിൻ്റെ പേഴ്സണൽ മുറിയുടെ ഡോറ് തുറക്കുന്ന വിഷയത്തിലും ഈ ഫിംഗർ പ്രിൻറ്റ് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഒരു വലിയൊരു യാഥാർത്ഥ്യം ഉണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ മറ്റൊരാളുടെ ഫിംഗർ പ്രിൻറ്റ് ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്രമാത്രം യുണീക്കായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഈ ഫിംഗർ പ്രിൻറ്റ്. നമ്മൾ പുരാതന ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാഗരികതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1900 BC മുതൽ തന്നെ പുരാതന ബാബിലോൺകാർ ഫിംഗർ പ്രിൻറ്റ്സ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, തട്ടിപ്പും വെട്ടിപ്പും തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളിമൺ ടാബ്ലറ്റ്സിൻ്റെ അരികിൽ കച്ചവടക്കാർ അവരുടെ ഫിംഗർ പ്രിൻറ്റുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു അത്രേ. കാരണം അതിൻ്റെ അടുത്താണ് അവരുടെ ബിസിനസ് ഡീലുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതുമൂലം തട്ടിപ്പില്ലാതെ അവർക്ക് കച്ചവടം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആധുനിക ഘടന പോലീസുകാർ ഉപയോഗിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, പുരാതന ആളുകൾ വളരെയധികം ബുദ്ധിമാന്മാരായിരുന്നു. അവർ ബുദ്ധിമാന്മാരായിരുന്നു എന്നുള്ളത് വെറുതെ പറയുകയല്ല. പുരാതന സാങ്കേതികവിദ്യ, പുരാതന സൗധങ്ങൾ, കല്ലമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, സ്തൂപങ്ങൾ, നിർമ്മിതികൾ ഒക്കെ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ആധുനിക എഞ്ചിനീയറിങ്ങിന് തന്നെ അത്ഭുതമാകത്തക്ക നിലയിലുള്ള ഒരു നിർമ്മിതിയാണ് ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവർക്ക് ആ ബുദ്ധി എവിടെ നിന്ന് കിട്ടി, ആ ആശയം എവിടെ നിന്ന് കിട്ടി, ആ സാങ്കേതികവിദ്യ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്.